അവതാരം സുബ്രഹ്മണ്യായിരിക്കുന്നതായ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട മഹാവേ എങ്കിലും 9 ചുട്ട് ശരീരത്തിനകത്ത് അല്ലേ അല്പത വിഷവാദികൾ വന്നു അല്ലേ എങ്കിലും പ്രമാണാധാരമായിട്ട് അല്ലേ അടിച്ചതിനെയും അന്ത്യത്തിനെയും ശുദ്ധിയാപ്രകാരം പണ്ടം ഇന്നേവരക്കും പരിപാലിച്ചു എന്നെ അല്ലേ ഇപ്പോഴും നിങ്ങളോ 9 ചുട്ട് ശരീരത്തിനകത്ത് അല്പതമുള്ളതായിരിക്കുന്ന വിഷജ്വാലകൾ അല്ലേ എന്തുണ്ടെങ്കിലും അതെല്ലാം ദൂരീകരിച്ചിട്ട് അല്ലേ സകല ചരാചരത്തിനും സാക്ഷിയായിരിക്കുന്നതിന്റെ ചങ്ങാതിയും ആ മാതാവും അല്ലേ എടുത്ത് രക്ഷ ചെയ്തെടുക്കണം എന്നിരിക്കുന്ന പ്രാർത്ഥന അമ്മയുണ്ട് കേട്ടോ. പെറ്റ മാതാവിനെ കഴിച്ചാൽ പൊട്ടിപ്പിടിച്ച് രക്ഷിച്ചിരിക്കുന്നതായ അമ്മ തന്നെയാണല്ലോ അല്ലേ. എപ്പോഴും എപ്പോഴും അങ്ങനെയുള്ളതായിരിക്കുന്നതായ ആ വിളി മാത്രമേ ഉള്ളൂ അല്ലേ. വിളിച്ചിരിക്കുന്ന വിളിക്ക് 9 കൂട്ടി കാട്ടിയിട്ട് മാതാവ് എടുത്ത് വടക്കിൻ്റെ വരാം കേട്ടോ. രാപത്തും വരുത്താതെ പടിഞ്ഞാറ്റാധാരമായിട്ട് കത്തിയിരിക്കുന്ന നന്ദാദീപം അത് ഗടാധീപമാക്കാതൊക്കെ ഉടൻ തന്നെ ഓടും പൂരും അങ്ങനെയുള്ളതായിരിക്കുന്നതായ മാതാവ് അങ്ങനെയുള്ളതായിരിക്കുന്നതായ അനുഭവത്തെങ്കിൽ അല്ലേ എന്റെ പൈതങ്ങളുടേതായ അല്ലേ സങ്കടങ്ങളാണ് അല്ലേ. ആ കുഞ്ഞു കിട്ടി കിടാകളെ മാറടക്കി രക്ഷിക്കണം മാതാവ്. കഞ്ഞിയും കുഞ്ഞിയും തന്നിരിക്കുന്ന അമ്മ തന്നെയാണല്ലോ നിങ്ങൾക്ക് അല്ലേ. എല്ലാം അമ്മ തന്നിരിക്കുന്ന അനുഭവങ്ങളേ ഉണ്ട് അല്ലേ. തന്നിരിക്കുന്നതായ ആ കുഞ്ഞു കിട്ടി കിടാങ്ങൾക്ക് വാരിഭയങ്ങളോ ചോരഭയങ്ങളോ വിഷഭയങ്ങളോ അഗ്നിഭയങ്ങളോ വരുത്താതൊക്കെ ഇവിടെ തന്നെ കൊണ്ടുപിടിച്ച് രക്ഷിക്കാൻ കേട്ടോ പൈതങ്ങളെ. വൃത്തിയില്ല കേട്ടോ നല്ലതായിട്ട് കൊണ്ടുപിടിക്കാനുള്ളതായ മഹാഭാഗ്യത പൈതങ്ങളെ കേട്ടോ. ചുറ്റും വരുത്താതൊക്കെ ഇവിടെ തന്നെ അമ്മ കൊണ്ട് കണ്ടേക്കാം കേട്ടോ പൈതങ്ങളെ. എങ്കിലും ചിന്തിക്കേണ്ട മൊഴിയുണ്ടോ എല്ലാം അറിഞ്ഞിരിക്കുന്ന കഥകളെയുള്ളൂ ആണവുള്ള സമുദ്രത്തിൽ അകപ്പെടാതെ കൂടെ തന്നെ ആ അഖിലാണ്ട കൂടി ബ്രഹ്മാണ്ട ജനനിയായിരിക്കുന്ന മാതാവ് കണ്ട് പരിപാലിച്ചെടുക്കാൻ കേട്ടോ. ഉടമ്പരണേ അങ്ങനെയുള്ളതായിരിക്കുന്നതായ മന്ദമൂർത്തികളും സംഹാരത്തിന് നിൽക്കുന്ന അനുഭവത്തിൽ അല്ലേ പറഞ്ഞ് കളിച്ചു. അതിൻ്റെതായ അനുഭവം ആ അമ്മ എടുത്ത് വടക്കഞ്ചിട്ട് തരാം കേട്ടോ. ഇപ്പോഴത്തേക്ക് അനേക മൊഴിയിൽ അർത്ഥത്തെ കുറക്കണ്ടല്ലോ കേട്ടോ. സത്തവന്മാരിൽ സത്തവന്മാരായിരിക്കുന്ന നിങ്ങളുടെ പൂർവ്വസൂര്യക്ക് കൊണ്ടുപിടിച്ചിരിക്കുന്നതായ മഹനീയമായിരിക്കുന്നതായ ആ കാൽവരിയായിട്ട് മംഗളമാക്കി എടുക്കുന്നുണ്ട് അല്ലേ. നാളേക്കുള്ള കുഞ്ഞുകിട്ടി കിടാങ്ങൾക്ക് അല്ലേ ഒരാപത്തും വരുത്താതെ കൊണ്ട് തന്നെ അതിനായിട്ട് കൂടി ബ്രഹ്മാണ്ട ജന്മിയായിരിക്കുന്ന ആ മാതാവ് രക്ഷ ചെയ്തെടുക്കണം പ്രാർത്ഥനയാണ് നല്ലതായിട്ട് ശോഭിതമായിട്ടും അല്ലേ. ആ ദൈവസ്ഥാനങ്ങളും അങ്ങനെയുള്ളതായിരിക്കുന്നതായ വലുതായിട്ടിരിക്കുന്ന സർവാർത്ഥകത്തിൽ മാതാവ് ശരീരത്തിനകത്ത് എന്ത് വിഷജ്വാലകളുണ്ടെങ്കിലും അതെല്ലാം ദൂരീകരിച്ചിട്ട് അല്ലേ നല്ലതായിരിക്കുന്ന അവർക്ക് ആ പൂർവ്വസൂര്യകൾക്ക് കൊടുത്ത പ്രകാരം കൊണ്ടെങ്കില ആ മാതാവ് എടുത്തു എങ്കിലും അല്ലേ സകല ജനാധിപത്യത്തിനും സാക്ഷിയായിരിക്കുന്ന എൻ്റെ ചങ്ങാതി പിടിച്ചിരിക്കുന്നതായ മാതാവിനോട് ചിന്തിക്കേണ്ട
ആയുധനിരിക്കുന്നതായ ആ കുളിർജലം തന്നെയാണല്ലോ നിങ്ങൾക്ക് അല്ലേ? എപ്പോഴും എപ്പോഴും അങ്ങനെയുള്ളതായിരിക്കുന്ന ആ ആശ്രയിച്ച് കഴിച്ചോ. അതിൻ്റെ ഈശ്വരൻ ഉത്തമന്മാരിൽ സത്തവന്മാരായിരിക്കുന്ന നിങ്ങളുടെ പൂജസൂര്യകളെ മാതാവ് പരിപാലിച്ചെടുക്കണം. എൻ്റെ മാതാവ് തന്നെ സാക്ഷി. അതിലാണ്ട് കൂടി ബ്രഹ്മാണ്ട് ജനീയായിരിക്കുന്ന മാതാവിനെ മാതാവ് വളർത്തിയെടുക്കണത്തില്ലേ? കുടുംബവും പോലെ ആ പ്രമാണാധാരമായിട്ട് അടിച്ചതിനെയും വന്ദിക്കുകയും ശുദ്ധിയാ പ്രകാരം പട്ടത്തിലെ പരിപാലിച്ച് കൊല്ലുന്നില്ലേ? അത് മുടക്കം വരുത്താതെ ആ കത്തിയിരിക്കുന്ന നന്ദാദീപം കടാദീപമാക്കാതെ ഇവിടെ തന്നെ കൊണ്ടുപിടിച്ച് രക്ഷ ചെയ്തെടുക്കണം ഞങ്ങളുടെ മാതാവ് അല്ലേ? ആ മാതാവ് കേട്ടോ. എന്ത് ദുഃഖങ്ങളുണ്ടെങ്കിലും അത് പ്രാർത്ഥന ചെയ്ത് പഠിച്ചു കേട്ടോ. സർവേശ്വരങ്ങളും മാതാവിന് പേര് മാതാവ് ഉത്തമന്മാരിൽ സത്തവന്മാരായിരിക്കുന്ന നിങ്ങളുടെ പൂർവ്വസൂരികളെ കൊണ്ടുപിടിച്ചിരിക്കുന്നതായ അനുഭവം തന്നെയാണല്ലോ ആ കാൽവരിയാട്ടം മംഗളമാക്കിയെടുത്ത് തരണം അല്ലേ? അല്പമാത്രമായിട്ടുള്ളതായ കുഞ്ഞുകുട്ടി കിടാങ്ങളെയുള്ളേ ആ കുഞ്ഞുകിടാങ്ങളേക്കുള്ളതായിരിക്കുന്നതായ കുഞ്ഞുകുട്ടി കിടാങ്ങൾക്ക് വേണ്ടുന്നതായ മഹാഭാഗ്യങ്ങളും ദീർഘായുസും ആ തലനായിട്ട് രക്ഷകയായിട്ടുണ്ട്. സ്വദേശിയായിരിക്കുന്നതായ അമ്മയുടേതായ കാരുണ്യ കടാക്ഷം ഒന്നുമുണ്ടാകുന്നു. ശരീരത്തിനകത്ത് സുഖം പോലെ മാതാവേ മാതാവിന്റെ സാക്ഷിയായിട്ടും കടലായിട്ടും കളിക്കുന്നതായ എൻ്റെ വെള്ളം കൊടുക്കണം. വൈദ്യങ്ങളെ വാ തറവാട്ട് കളിക്കണതാ. ഒന്ന് തൊട്ട് പിടിച്ചോ എല്ലാവരും കേട്ടോ, ചേർത്ത് പിടിച്ചോ എങ്കിലും അല്ലേ? ഇനി അല്ലേ കൊല്ലത്തോട് കൊല്ലം തീയണമല്ലോ അല്ലേ? അമ്മയെ ഒന്ന് കാണാൻ അല്ലേ? എങ്കിലും പടിഞ്ഞാറ്റാഹാരമായിട്ട് ആ കരകയറി പോരുന്ന കാലത്തെങ്കിൽ അല്ലേ ഒരുക്കിയിരിക്കുന്ന ആ ക്ഷീരം മാതാവ് രുചിയാവണ്ണം അനുഭവിച്ചിട്ട് അല്ലേ അതിൻ്റെ അല്ലേ ആ നിങ്ങളുടെ പൂർവ്വസൂരികൾ ചെയ്തിരിക്കുന്നതായ കർമ്മം നിങ്ങളെ കൊണ്ട് നടപ്പിക്കാനുള്ളതായ മഹാഭാഗം ഇന്ന് മുന്നേ ഇതുപോലെ തന്നെ കാണാനും പഠിക്കാനുമുള്ള മഹാഭാഗ്യം അമ്മ എടുത്തരാം. ായിരിക്കുന്നതായ മാതാവിനെ വരുന്ന കാലത്തിന്റെ മാതാവ് തന്നെ അഭയം അല്ലേ? ശരീരത്തിനകത്ത് എന്ത് വിഷജ്വാലകളൊന്നും ഉദിക്കുന്ന കാലത്തെങ്കിലും മാതാവ് തന്നെ അഭയം തന്ന് രക്ഷ ചെയ്തെടുക്കണം അല്ലേ? അറിഞ്ഞിരിക്കുന്നതായ അനുഭവം തന്നെയാണ് ആളേക്കുള്ളതായ പുതിയതാകൾക്ക് നല്ലതായിരിക്കുന്നതായ ജീവിത ബന്ധാത്തിലെ അതൈശ്വര്യപരമായിട്ടുള്ളതായ മഹാഭാഗ്യമുള്ള അമ്മ ഇന്നത്തെ ദിവസം മാതാവ് വിദ്യാഭ്യാസം അനുഭവിച്ചിട്ട് അതിന് അനുഭവം ഉണ്ടാക്കി അതിൻ്റെതായ അനുഭവം അമ്മയ്ക്ക് വന്നാൽ പോലെ വിഷജാലകളെ ദൂരീകരിച്ചിട്ട് നല്ലതായിരിക്കുന്ന അനുഭവം നമ്മുടെ